പോഷൻ പക്കോടയുടെ ഭാഗമായി ഏപ്രിൽ 13-ാം തീയതി സംഘടിപ്പിച്ചിട്ടുള്ള 4 പ്രവർത്തനങ്ങൾ ജനന്തോളൻ ഡാഷ്ബോർഡിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾ ഇതോടൊപ്പം നൽകിയിട്ടുള്ള ജനന്തോളൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ജനന്തോളൻ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നൽകി സാധാരണ രീതിയിൽ തന്നെ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ആദ്യം രേഖപ്പെടുത്തുന്നത് അന്നേ ദിവസത്തെ 1-ാമത്തെ പരിപാടിയായിട്ടുള്ള കളിപ്പാട്ട നിർമ്മാണത്തിന്റെ വിവരങ്ങളാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം സെലക്ട് തീം എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഒരുപാട് തീമുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ 3-ാമതായിട്ട് കാണുന്ന പ്ലേ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇൻ ഏർലി ഇയേഴ്സ് എന്ന ഒരു തീം സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ലെവൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് AWC എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന സെലക്ട് AWC എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അങ്കണവാടി സെന്ററിന്റെ പേര് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് ആക്ടിവിറ്റി എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ആക്ടിവിറ്റികളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ 3-ാമതായിട്ട് കാണുന്ന DIY ടോയ് മേക്കിംഗ് വർക്ക്ഷോപ്പ് എന്ന ഒരു ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവന്റ് ഡേറ്റ് എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്ത് പരിപാടിയുടെ തീയതി കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അതിന് താഴെയായിട്ട് പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അതിൽ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള പുരുഷന്മാര്, സ്ത്രീകള്, അതുപോലെ ആൺകുട്ടികള്, പെൺകുട്ടികള്, കൗമാര പെൺകുട്ടികള് എന്നിവരുടെ എണ്ണം കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം പരിപാടിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് ബ്രൗസ് ഫോട്ടോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മുടെ ഗാലറിയിൽ നിന്നും കൃത്യമായിട്ടുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് ഏറ്റവും മുകളിലുള്ള ഡൺ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് 1-ാമത്തെ പരിപാടി ജനന്തോളൻ ഡാഷ്ബോർഡിൽ രേഖപ്പെടുത്തേണ്ടത്. അന്നേ ദിവസത്തെ 2-ാമത്തെ പരിപാടിയായിട്ടുള്ള യോഗ പരിശീലനത്തിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായിട്ട് സെലക്ട് തീം എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ തീമുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ 4-ാമതായിട്ട് കാണുന്ന റോൾ ഓഫ് പേരൻസ് ആൻഡ് കമ്മ്യൂണിറ്റി ഇൻ മിനിമൈസിങ് സ്ക്രീൻ ടൈം എന്ന ഒരു തീം സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അങ്കണവാടിയുടെ പേര് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. തുടർന്ന് സെലക്ട് ആക്ടിവിറ്റി എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ആക്ടിവിറ്റികളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും താഴെ കാണുന്ന പ്രൊമോഷൻ ഓഫ് ഔട്ട്ഡോർ ഗെയിംസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, സ്പോർട്സ് ആൻഡ് യോഗ എന്ന ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവന്റ് ഡേറ്റ് എന്നതിൽ പരിപാടിയുടെ തീയതി കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. തൊട്ടു താഴെയുള്ള പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് എന്നതിൽ പരിപാടിയിൽ പങ്കെടുത്തവരുടെ എണ്ണം കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം താഴെയുള്ള അപ്ലോഡ് ഫോട്ടോ എന്നതിൽ ബ്രൗസ് ഫോട്ടോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് പരിപാടിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. തുടർന്ന് ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യുക. 3-ാമത്തെ പരിപാടിയായിട്ടുള്ള ഗർഭിണികളുടെ ഗ്രോത്ത് മോണിറ്ററിംഗ് ക്യാമ്പിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായിട്ട് താഴെയുള്ള സെലക്ട് തീം എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ തീമുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന മദർ ആൻഡ് ചൈൽഡ് ന്യൂട്രീഷൻ എന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അങ്കണവാടി കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. തുടർന്ന് സെലക്ട് ആക്ടിവിറ്റി എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ആക്ടിവിറ്റികളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ 3-ാമതായിട്ട് കാണുന്ന സ്പെഷ്യൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ക്യാമ്പ് ഫോർ പ്രഗ്നന്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ എന്ന ഒരു ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. തുടർന്ന് ഇവന്റ് ഡേറ്റ് എന്ന ഭാഗത്ത് പരിപാടിയുടെ തീയതി കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് പരിപാടിയിൽ പങ്കെടുത്തവരുടെ എണ്ണം കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ബ്രൗസ് ഫോട്ടോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പരിപാടിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യുക. അന്നേ ദിവസത്തെ 4-ാമത്തെ പരിപാടിയായിട്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് രേഖപ്പെടുത്തുന്നതിനായിട്ട് സെലക്ട് തീം എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ തീമുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും താഴെ കാണുന്ന അതേഴ്സ് എന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അങ്കണവാടി കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. തുടർന്ന് സെലക്ട് ആക്ടിവിറ്റി എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് IEC ഡിസമിനേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ടു താഴെയുള്ള ഇവന്റ് ഡേറ്റ് എന്നതിൽ പരിപാടിയുടെ തീയതി കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. തുടർന്ന് പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് എന്നതിൽ പരിപാടിയിൽ പങ്കെടുത്തവരുടെ എണ്ണം രേഖപ്പെടുത്തുക. അതിനുശേഷം ഏറ്റവും താഴെയുള്ള ബ്രൗസ് ഫോട്ടോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പരിപാടിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയതിനു ശേഷം താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് ഇന്നേ ദിവസത്തെ 4 പരിപാടികളും ജനന്തോളൻ ഡാഷ്ബോർഡിൽ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിൽ കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ പോഷൻ മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.